പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ റൂമിലേക്ക് എത്തിയിട്ട് അവിടെ എത്തുമ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നോർത്ത് സ്റ്റക്കായിട്ടുണ്ടോ? അല്ലെങ്കിൽ റൂമിൽ നിന്നിറങ്ങി പാതി വഴിയിലെത്തുമ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു, ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നിങ്ങൾ ATM-ൽ എത്തുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ആളെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയുന്നു, നമ്മൾ കൈകൊടുത്ത് പിരിയുന്നതിന് മുമ്പ്, അതായത് കൃത്യം 2 മിനിറ്റ് കഴിയുമ്പോൾ ആ പേര് നമ്മുടെ തലയിൽ നിന്ന് ആരാണ്ട് മായിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വെപ്രാളമാണ്. ദൈവമേ, എനിക്ക് എന്താണ് ഈ പറ്റുന്നത്? വയസ്സായോ അതോ അൽഷിമേഷ്യസ് വല്ലതും തുടങ്ങിയോ? നമ്മൾ പ്രവാസികൾക്കാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. നാട്ടിലെ കാര്യങ്ങൾ, ഇവിടുത്തെ ജോലിയിലെ ടെൻഷൻ, ലോൺ, കുടുംബം, ഇതിനെല്ലാം ഇടയിൽ സ്വന്തം ഫോൺ നമ്പർ പോലും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പേടിക്കണ്ട, ഇത് ലോകത്തിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ മെമ്മറി പവർ ഉണ്ട് നമ്മുടെ തലച്ചോറിന്. ഏകദേശം 100 ബില്യൺ ന്യൂറോണുകളുമായിട്ടാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. 1 ബില്യൺ എന്നത് 100 കോടിയാണ്. അതായത് 10 ലക്ഷം കോടി മെമ്മറി പവർ ഉണ്ട് നമ്മുടെ തലച്ചോറിന്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലും ഓർക്കാൻ കഴിയാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. പ്രശ്നം നിങ്ങളുടെ തലച്ചോറിനകത്തല്ല, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഈ ഓർമ്മശക്തി എന്നത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയൊന്നുമല്ല, മറിച്ച് നമ്മൾ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണ് ഇത്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ഓർമ്മശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ടെക്നിക്കുകളും അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ട ചില ശീലങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഓർമ്മ എന്നത് നമ്മുടെ ബ്രെയിനിൽ വിവരങ്ങൾ ശേഖരിക്കാനും സംരക്ഷിക്കാനും അത് ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കാനും സഹായിക്കുന്ന ഒരു മാനസിക കഴിവിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഓർമ്മശക്തി പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ നമ്മൾ മറവി എന്ന് വിളിക്കുന്ന ആ വില്ലൻ കടന്നു വരുന്നത്. അപ്പം അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന്, എൻകോഡിംഗ് അഥവാ വിവരം രേഖപ്പെടുത്തൽ. നിങ്ങളൊരു പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഒരു ഫോൺ നമ്പർ ആയിക്കോട്ടെ, ഒരു പുതിയ വാക്കായിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും വിവരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ തലച്ചോറ് അതിന് ഒരു പ്രത്യേക കോഡാക്കി ആ വിവരം ബ്രെയിനിൽ പകർത്തുന്ന ഘട്ടത്തിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. 2, സ്റ്റോറേജ് അഥവാ വിവരം സംഭരിക്കൽ. ഈ കോഡാക്കി മാറ്റിയ വിവരം തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. 3, റിട്രീവൽ അഥവാ വിവരങ്ങൾ വീണ്ടെടുക്കൽ. നമ്മുടെ തലച്ചോറ് ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്ന ഘട്ടത്തെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. നിങ്ങളൊരു മാളിൽ പോയി കാർ പാർക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ആ പാർക്കിംഗ് സ്ലോട്ട് B43 ആണെന്ന് കരുതുക. ആദ്യമായിട്ട് നിങ്ങൾ ആ ബോർഡ് കാണുന്നു, അത് മനസ്സിൽ കുറിക്കുന്നു. ഇതാണ് എൻകോഡിംഗ്. 2, ഷോപ്പിംഗ് കഴിയുന്നതുവരെ ആ നമ്പർ നിങ്ങളുടെ തലച്ചോറിൽ സൂക്ഷിക്കുന്നു. ഇതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. 3, ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വണ്ടി എവിടെയാണെന്ന് ഓർത്തെടുക്കുന്നു. ഇതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. ഇതിൽ ഏത് ഘട്ടം പാളിയാലും നിങ്ങൾ വണ്ടി തപ്പി നടക്കേണ്ടി വരും. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായിട്ടൊന്നും കൂടെ പരിശോധിക്കാം. ആദ്യത്തെ, എൻകോഡിംഗ്. ഈ ഭൂരിഭാഗം ആളുകളും പരാതിപ്പെടുന്നത് എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്നാണ്. എന്നാൽ സത്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ലാത്തതല്ല, നിങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തതാണ്. ആദ്യത്തെ ഘട്ടമായ എൻകോഡിംഗ് പരാജയപ്പെടുന്നതാണ് 80% മറവിയുടെയും കാരണം. നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. നിങ്ങൾ ഒരു പുതിയ ആളെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയുന്നു, ഉദാഹരണത്തിന് രമേശ്. പക്ഷേ ആ സമയം നിങ്ങളുടെ തലച്ചോറ് എന്താണ് ചിന്തിക്കുന്നത്? ഇയാളുടെ ഷർട്ട് കൊള്ളാമല്ലോ, ഇയാൾക്ക് എൻ്റെ ബോസിന്റെ ചായയുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് എന്തായിരിക്കും ചോറിന് കറി? ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത. നിങ്ങളുടെ ശ്രദ്ധ ആ പേരിലായിരുന്നില്ല. അതായത് നിങ്ങൾ ആ വിവരം തലച്ചോറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നതാണ്. ഒരു ക്യാമറയുടെ ലെൻസിന്റെ ക്യാപ്പ് തുറക്കാതെ ഫോട്ടോ എടുത്തിട്ട് പടം കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ പ്രവാസികൾ പലപ്പോഴും മൾട്ടി ടാസ്കിങ്ങിന് അടിമകളാണ്. ഒരേ സമയം ഫോണിൽ സംസാരിക്കും, കുക്ക് ചെയ്യും, TV കാണും. ഇങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിന് ഒരു വിവരവും കൃത്യമായിട്ട് എൻകോഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഓരോ കാര്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക. ഒരാൾ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് നോക്കി ആ പേര് മനസ്സിൽ പലവട്ടം ആവർത്തിക്കുക. ഇത് എൻകോഡിംഗ് ശക്തമാക്കും. രണ്ടാമതായിട്ടുള്ള സ്റ്റോറേജ്. ഒരു വിവരം തലച്ചോറിൽ കയറി, ഇനി അത് എവിടെയാണ് സൂക്ഷിക്കുന്നത്? പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള മെമ്മറികളുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം മെമ്മറി, 2 ലോങ് ടൈം മെമ്മറി. ഈ ഷോർട്ട് ടൈം മെമ്മറി എന്നത്
ഒരു വെയിറ്റിംഗ് റൂം പോലെയാണ്. ഒരു വിവരം ഇവിടെ 15 മുതൽ 30 സെക്കൻഡ് മാത്രമേ നിൽക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് മറന്നുപോകും. ഇനി ലോങ് ടൈം മെമ്മറി എന്നത് ഇത് നമ്മുടെ ഒരു പെർമനന്റ് മെമ്മറിയാണ്. കുട്ടിക്കാലത്തെ നമ്മുടെ ഓർമ്മകൾ, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചത്, നമ്മുടെ സ്വന്തം പേരൊക്കെ, ഇതൊക്കെ ലോങ് ടൈം മെമ്മറിയുടെ ഫലമാണ്. അപ്പോൾ നമ്മുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു വിവരം ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ അതിന് 2 കാര്യങ്ങൾ വേണം. 1 ആവർത്തനം, 2 വികാരം അഥവാ ഇമോഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുള്ള പല പാഠഭാഗങ്ങളും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ സ്കൂളിൽ വെച്ച് ആദ്യമായി തോന്നിയിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ ടീച്ചർ തല്ലിയ നിമിഷം അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം അവിടെ ശക്തമായിട്ടുള്ള ഒരു ഇമോഷൻ അഥവാ വികാരമുണ്ടായിരുന്നു. ഈ വികാരങ്ങൾ എന്നത് നമ്മുടെ ഓർമ്മയുടെ ഒരു കീ ആണ്. ഇനി 3ാമത്തെ ഘട്ടമായിട്ടുള്ള റിട്രീവൽ. എല്ലാം നമ്മുടെ തലയിലുണ്ട്, പക്ഷെ വേണ്ട സമയത്ത് പുറത്തേക്ക് വരുന്നില്ല. പലപ്പോഴും നമ്മൾ പരീക്ഷാ ഹാളിൽ വെച്ച് നമ്മൾ പഠിച്ച പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാറില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ആ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്താണ് ഇങ്ങനെ? കാരണം നമ്മുടെ ഓർമ്മകൾ പരസ്പരം ബന്ധിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു ഓർമ്മയെ വലിച്ചെടുക്കാൻ ഒരു സൂചന അത്യാവശ്യമാണ്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുകയും ഈ ഹോർമോൺ ഓർമ്മയിലേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പലതും നമുക്ക് ഓർമ്മ കിട്ടാത്തത്. അതുകൊണ്ട് ശാന്തമായ മനസ്സ് ഓർമ്മശക്തിക്ക് വളരെയധികം പ്രധാനമാണെന്ന് പറയാൻ കാരണം. അപ്പം നമ്മൾ തിയറിയൊക്കെ പഠിച്ചു, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ആവാം. എങ്ങനെ നമ്മുടെ ഓർമ്മശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. സയൻസ് അംഗീകരിച്ച 3 ടെക്നിക്കുകൾ ഇതാണ്. 1 വിഷ്വലൈസേഷൻ ആൻഡ് അസോസിയേഷൻ. നമ്മുടെ തലച്ചോറിന് വാക്കുകളേക്കാൾ കൂടുതൽ ഇഷ്ടം ചിത്രങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ പാല്, മുട്ട, കുട എന്നിവ വാങ്ങണമെന്ന് കരുതുക. സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക. ഒരു പശു ആകാശത്തു കൂടെ പറന്നു വരുന്നതായിട്ട് കാണുക. അത് ഒരു വലിയ മുട്ടയുടെ മുകളിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നു. ആ മുട്ട പൊട്ടാതിരിക്കാൻ പശു ഒരു കുട പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്രയോളം വിചിത്രമായിട്ടുള്ള കഥകളാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് തലച്ചോറിന് അത് ഓർത്തെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇനി 2ാമത്തെ ടെക്നിക്കാണ് മെമ്മറി പാലസ് ടെക്നിക്. ഇത് പുരാതന ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. നിങ്ങളുടെ വീട് മനസ്സിൽ കാണുക. വാതുക്കൽ ഒരു പാൽ പാക്കറ്റ് തൂങ്ങിക്കിടക്കുന്നു. ഹോളിലെ സോഫയിൽ നിറയെ മുട്ടകൾ നിരത്തി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹാളിൽ ഒരു കുട നിവർത്തിയിരിക്കുന്നു. ഷോപ്പിൽ ചെന്നിട്ട് മനസ്സിലൂടെ വെറുതെ വീട്ടിലേക്കൊന്ന് നടന്നാൽ മതി, സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വരും. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. 3 സ്പേസ് റെപ്പിറ്റേഷൻ. നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് അത് മറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഓർത്തെടുക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇന്ന് പഠിച്ച കാര്യം നാളെ രാവിലെ ഒന്ന് ഓർത്തു നോക്കുക. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ്, ഇങ്ങനെ ഇടവേളകളിൽ ആവർത്തിച്ചാൽ അത് പെർമനന്റ് മെമ്മറിയിലേക്ക് മാറും. ഇനി നമുക്ക് ഓർമ്മയുടെ ശത്രുക്കളും മിത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എത്ര ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം കൊടുക്കുന്നില്ലെങ്കിൽ യാതൊരുവിധ പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഉറക്കം. ഉറങ്ങുമ്പോൾ തലച്ചോറിന് അന്നന്നത്തെ കാര്യങ്ങളെ അടുക്കി വെക്കാൻ കഴിയും. മിനിമം ഒരു 6-7 മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഓർമ്മശക്തി പതിയെ പതിയെ നശിക്കാൻ തുടങ്ങും. ഈ ഉറക്കമില്ലാത്ത രാത്രികൾ തലച്ചോറിന് കൊടുക്കുന്ന പണി ചെറുതല്ല. 2ാമതായിട്ട് ഭക്ഷണം. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള മീനുകൾ, മത്തി, അയല, നട്ട്സ്, ബദാം, വാൽനട്ട്, ഇലക്കറി എന്നിവയൊക്കെ ബ്രെയിനിന് പവർ കൂട്ടും. അതേപോലെ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അത് തലച്ചോറിനെ മന്ദീഭവിക്കും. 3ാമതായിട്ട് വെള്ളം. തലച്ചോറിന്റെ 75% വെള്ളമാണ്. ചെറിയൊരു ഡീഹൈഡ്രേഷൻ വന്നാൽ പോലും അത് ശ്രദ്ധയെയും ഓർമ്മയെയും ബാധിക്കും. പല പ്രവാസികളും AC-യിൽ ഇരിക്കുന്നത് കൊണ്ട് ദാഹം അറിയില്ല. പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കുക. 4 സ്ട്രെസ്. ഈ ക്രോണിക് സ്ട്രെസ് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് ദിവസവും ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ദീർഘശ്വാസം എടുക്കുന്നത് വളരെയധികം മാറ്റം ഉണ്ടാകും. അവസാനമായി നോബൽ സമ്മാന ജേതാവായിട്ടുള്ള റിച്ചാർഡ് ഫെയ്മാൻ ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രപ്പണി കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് ലളിതമായി പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഒരു 5 വയസ്സുകാരന് മനസ്സിലാകുന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെയാണ് ഫെയ്ൻമാൻ ടെക്നിക് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച കാര്യം ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വന്തമായോ പറഞ്ഞു നോക്കൂ. ഇത് നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പ്രായമാകുകയല്ല, നിങ്ങളുടെ തലച്ചോറ് തുരുമ്പ് പിടിക്കുകയുമല്ല, നിങ്ങൾ അതിനെ ശരിയായി പരിപാലിക്കാൻ മറന്നുപോയതാണ്.
ഈ ഓർമ്മശക്തി എന്നത് ഒരു മസിൽ പോലെയാണ്. ഉപയോഗിക്കും തോറും അതിന് മൂർച്ച കൂടും. അപ്പോൾ ഇന്നു മുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, നന്നായിട്ട് ഉറങ്ങുക, വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. എല്ലാത്തിനും ഉപരി എനിക്ക് മറവിയാണ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, അത് ഞാൻ നന്നായി മെച്ചപ്പെടുത്തും എന്ന് സ്വയം പറയുക. നിങ്ങളുടെ മനസ്സിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ശക്തി തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യകളൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണമേ. അതേപോലെ നല്ലൊരു നാളെയും അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.